ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു കുട്ടി ഔട്ടിംഗ് വീഡിയോ ആണ്. ഞാൻ എങ്ങോട്ടായി ഒരുങ്ങി സുന്ദരിയായി പോകുന്നതെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ലാൻഡ്മാർക്കുകളിലൊന്നായ വിധാൻ സൗധയിലേക്കാണ്. വിധാൻ സൗധ എന്താണെന്നറിയില്ലെങ്കിൽ കർണാടകയുടെ ലെജിസ്ലേറ്റീവ് ബിൽഡിംഗ് ആണ് വിധാൻ സൗധ. അതുകൂടാതെ ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ കെട്ടിടങ്ങളിൽ ഒന്നുകൂടിയാണ് വിധാൻ സൗധ. എനിക്ക് തോന്നുന്നു 46 മീറ്റേഴ്സ് എന്തോണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. വേറൊരു പ്രത്യേകത ഇതിനുള്ളത്, 1951 ജവഹർലാൽ നെഹ്റുവാണ് ഇതിന് തറക്കല്ലിട്ടത് കേട്ടോ. പിന്നെ ഇതിനകത്തൊക്കെ നമുക്ക് കയറാം, പക്ഷെ നേരത്തെ ചെയ്യുന്ന പാസും കാര്യങ്ങളൊക്കെ എടുക്കണം. പക്ഷേ ഞാൻ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് അതിനൊന്നും പറ്റിയില്ല. എങ്കിലും പുറത്തൊക്കെ നിന്ന് ആ വ്യൂ ഒക്കെ കണ്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു കാം പ്ലേസാണ്. നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർ വരുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ. സോ അതിനുശേഷം ഞാൻ അവിടെ നിന്നൊരു പഞ്ഞിമിഠായിയൊക്കെ കഴിച്ച് നേരെ പോയത് UB സിറ്റിയിലേക്കാണ്. UB സിറ്റി ഒരു മോളാണ് കേട്ടോ. ബാംഗ്ലൂരിലെ ഏറ്റവും ഹൈ എൻഡ് ലക്ഷറി ബ്രാൻഡ്സ് മാത്രമുള്ള ഒരു മോളാണ് UB സിറ്റി. പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇതൊരു മോളായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതോ ഒരു പാലസിലൊക്കെ വന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. ഇതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. എപ്പോഴേലൊക്കെ ഒന്ന് വരിക, നമ്മളറിയാത്തതും നമുക്കറിയാവുന്നതുമായിട്ടുള്ള കുറേ ബ്രാൻഡുകൾ പരിചയപ്പെടാം. പിന്നെ എനിക്ക് അത്യാവശ്യം അവിടെ കവറൊന്നും ചെയ്യാൻ പറ്റിയില്ല നല്ലപോലെ, കാരണം അത്യാവശ്യം ലേറ്റ് ആയിരുന്നു ഞാൻ. പിന്നെ ഇതാണ് എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട്. അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാനും നല്ലൊരു വ്യൂ ഉള്ളൊരു സ്പോട്ടാണിത്. ഞാൻ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ചിറങ്ങി. ശരിക്കും തിരിച്ചിറങ്ങാൻ എനിക്ക് മൈൻഡൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കുറേ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം, കുറേ കൂടെ ബ്രാൻഡൊക്കെ കാണണം, കുറേ ഷോപ്പിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സമയമില്ലായിരുന്നു. അത്യാവശ്യം ലേറ്റായിട്ട് ഞാൻ ഇറങ്ങിയോണ്ട് ഇവിടെയും ഞാൻ ലേറ്റായി. പിന്നെ എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. എനിക്ക് PG കയറണം. കൂടാതെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ളൊരു ദിവസമാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ ഞാൻ എങ്ങോട്ടേലും ഇറങ്ങിയ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി ഒരു ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഇത്ര ഉള്ളായിരുന്നു എൻ്റെ ഇന്നത്തെ ഔട്ടിംഗ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.